Welcome Entertainment News. വൻ ഹിറ്റായി മാറിയ തുടരുമെന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സംവിധായകൻ തരുൺ മൂർത്തിയും വീണ്ടും ഒന്നിക്കുന്നു. തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മോഹൻലാലിനും മറ്റ് അണിയറ പ്രവർത്തകർക്കുമൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് തരുൺ മൂർത്തി ഇക്കാര്യം പുറത്തുവിട്ടത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മോഹൻജി യുവതാരം റിച്ചാർഡ് ഋഷിയുമായി ഒന്നിക്കുന്ന ചിത്രം ദ്രൗപദി 2-ലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. ജിബ്രാൻ വൈബോദെ സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ജിബ്രാൻ വൈബോദയും നമിത ബാബുവും ചേർന്നാണ്. നേതാജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സോള ചക്രവർത്തിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ധീരം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായി. ആകാംക്ഷയും ദുരൂഹതയും നിറഞ്ഞ കഥാസന്ദർഭങ്ങളുമായാണ് ചിത്രം എത്തുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. അജു വർഗീസ്, ദിവ്യ പിള്ള, നിഷാന്ത് സാഗർ, രഞ്ജി പണിക്കർ, റബ മോണിക്ക, സാഗർ സൂര്യ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കഴുത്തറുത്ത് കൊന്നതിന് ശേഷവും പിന്നെയും പലവട്ടം നെഞ്ചിൽ കത്തിയുത്തി ഇറക്കിയിട്ടുണ്ട്. ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. നാവ് കടിച്ചു മുറിച്ചിട്ടുണ്ട്. But how, when and where? ചെയ്ത ഒന്നിനോടും എനിക്ക് കുറ്റബോധമില്ല. വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം കളങ്കാവലിന്റെ പ്രീ റിലീസ് ടീസർ പുറത്ത്. ചിത്രത്തിന്റെ 2ാം ടീസറാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാണാതായ ഒരു പറ്റം സ്ത്രീകളെ കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായി വിനായകൻ എത്തുമ്പോൾ മനുഷ്യരെ കൊല്ലുന്നതിൽ സുഖം കണ്ടെത്തുന്ന ഒരു സൈക്കോ കൊലയാളിയായാണ് മമ്മൂട്ടി ചിത്രത്തിൽ വേഷമിടുന്നത് എന്നാണ് പ്രീ റിലീസ് ടീസർ നൽകുന്ന സൂചന. ഡിസംബർ 5-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം വേഫ്രർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. தங்கச்சி தான் சார். எங்களோட ஜீவிதம் அவ எங்களோட பொண்ணு தான் சார். அவ திரும்பி வருவாளா சார்? പിന്നീട് കൊല്ലാന്നുള്ളത് എനിക്കൊരു ഹരമായി മാറി. മനുഷ്യനെ കൊല്ലുന്നു.